റായ്ബ്രേലി, അമേഠി കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ. പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ 6 ദിവസം മുൻപായ ഇന്നും ആര് മത്സരിക്കണം അമേഠിയിലും റായ്ബ്രേലിയിലും എന്ന തീരുമാനമെടുക്കുവാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. എന്താണ് കാരണം? അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അമേഠി കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന സ്ഥലമായിരുന്നെങ്കിൽ പോലും സ്മൃതി ഇറാനി എന്ന BJPയുടെ താരറാണി അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചതോടുകൂടി 50,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചത്. അന്ന് വയനാട്ടിലും സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് എത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇക്കുറി വയനാട്ടിൽ മത്സരിക്കുവാൻ തീരുമാനമെടുത്ത രാഹുൽ ഗാന്ധി അമേഠിയും റായ്ബ്രേലിയും തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടി തീരുമാനത്തിന് വേണ്ടിയോ മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അമേഠിയിലും റായ്ബ്രേലിയിലും ആരാണ് എന്ന് തീരുമാനിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അമേഠിയിൽ കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ട് എന്ന പാർട്ടിക്കുള്ളിലെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായപ്പോൾ അമേഠിയിലാണോ റായ്ബ്രേലിയിലാണോ താൻ മത്സരിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പം രാഹുലിൽ കാര്യമായുണ്ട്. കൂടാതെ വയനാട്ടിലും അമേഠിയിലും കൂടെ മത്സരിച്ച് രണ്ടിടത്തും വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കേണ്ടി വന്നാൽ പിന്നീടൊരു സമയത്ത് വയനാട് മത്സരിക്കാൻ ചെന്നാൽ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമോ എന്ന വലിയൊരു ആശയക്കുഴപ്പവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ കാര്യമായി തന്നെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. അമേഠിയിലും റായ്ബ്രേലിയിലും ആര് മത്സരിക്കണമെന്നും അവിടെ ആരെ മത്സരിപ്പിച്ചാലാണ് വിജയമുണ്ടാകുക എന്ന തീരുമാനമെടുക്കുന്ന അവസാനത്തെ ചർച്ച ഇന്നുണ്ടാകും. കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. റായ്ബ്രേലിയിൽ പ്രിയങ്ക ഗാന്ധിയെയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയെയും മത്സരിപ്പിക്കണമെന്ന UPPCCയുടെ പ്രമേയം ഇന്നും ചർച്ചയിൽ UPയിലെ കോൺഗ്രസ് നേതാക്കന്മാർ സമർപ്പിക്കും. പക്ഷേ അന്തിമ തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് ചർച്ചയ്ക്കൊടുവിൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്തും അമേഠിയിലെയും റായ്ബ്രേലിയിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാത്തതിൽ UPയിലെ PCC നേതാക്കന്മാർക്ക് കാര്യമായ വിഷമമുണ്ട്. ഒപ്പം റോബർട്ട് വാദ്രയുടെ സ്ഥാനാർത്ഥി ആവശ്യവും കോൺഗ്രസിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്. റോബർട്ട് വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UPPCCയുടെ മുൻപിലും AICCയുടെ മുൻപിലുമൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ നിരന്നിരിക്കുന്ന സാഹചര്യത്തിലും അതെല്ലാം BJP പ്രചരണായുധമായി ഉപയോഗിക്കുന്നതും ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബ്രേലിയിലും കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുന്നതിനെ കാര്യമായി തന്നെ ബാധിക്കും എന്ന വലിയ ഒരു ആശയക്കുഴപ്പത്തിലാണ് UPയിലെ PCC നേതാക്കന്മാരുള്ളത്. അത് കാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് സ്മൃതി ഇറാനി. 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച സ്മൃതി ഇറാനി കാര്യമായ രീതിയിൽ റാലികൾ നടത്തി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പെല്ലാം പൂർത്തിയാക്കിയ ഒരു നേതാവ് മറ്റൊരു ജനതയെ കബളിപ്പിക്കുവാൻ എത്തുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ ആക്ഷേപവും ആരോപണവുമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി സ്മൃതി ഇറാനി കാര്യമായി ഉയർത്തുന്നത്. ഒപ്പം റോബർട്ട് വാദ്രയുടെ സ്ഥാനാർത്ഥിത്വവുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ചയാക്കുകയാണ് സ്മൃതി ഇറാനി. अभी तक हम लोग अमेठी में मुद्दे ढूंढ रहे थे, अब हम कांग्रेस का प्रत्याशी ढूंढ रहे हैं. क्या वायनाड का वोट हो गया है, इसके बाद कांग्रेस के प्रत्याशी आएंगे, लेकिन पहले राम मंदिर को जाएंगे. അമേഠിയിലും റായ്ബ്രേലിയിലും കോൺഗ്രസ് വിജയിക്കും എന്ന വാർത്തയാണ് രാഹുലിനെ ഇപ്പോൾ കാര്യമായി ബാധിച്ചിരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന PCCയുടെ തീരുമാനത്തോട് അകൽച്ച കാട്ടി നിൽക്കുന്നതും അതുകൊണ്ടാണ്. ഒരു സമയത്ത് തനിക്ക് അമേഠി ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ചേർത്ത് നിർത്തിയ വയനാട്ടുകാരെ തനിക്ക് അമേഠി വിജയിച്ചാൽ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിച്ചാൽ പിന്നീടൊരു സമയത്ത് വയനാട്ടിൽ താനോ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരോ മത്സരിച്ചാൽ വിജയിക്കുമോ എന്ന ചോദ്യം കാര്യമായി ഉയരുന്നുമുണ്ട്. അങ്ങനെ ശക്തമായ വേരുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും കബളിപ്പിക്കുവാൻ കാര്യമായ രീതിയിലുള്ള ഒരു വിഷമമുണ്ട് രാഹുൽ ഗാന്ധിക്ക്. എന്നാൽ റായ്ബ്രേലിയിലേക്ക് വരുമ്പോൾ അമേഠിയെ പോലെ തന്നെ ഗാന്ധി കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിലൊന്നാണ് റായ്ബ്രേലി. റായ്ബ്രേലിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ് മത്സരിക്കുന്നത്. കന്യംഗത്തിലൂടെ റായ്ബ്രേലി പിടിച്ചെടുത്ത കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി രാജ്യസഭാ അംഗമാകുന്നതോടുകൂടി റായ്ബ്രേലിയിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു PCC. എന്നാൽ പ്രിയങ്ക ഗാന്ധി അതിൽ ഇതുവരെ ഒരു അനുകൂല നിലപാടും അറിയിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമേഠിയിലെയും റായ്ബ്രേലിയിലെയും വിഷയത്തിൽ മൗനം പാലിക്കുന്നത് UPയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കാര്യമായ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നു.
6 ദിവസം മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ളത്. ഇന്ന് രാത്രിയോടുകൂടിയെങ്കിലും തീരുമാനമായില്ല എങ്കിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് കാര്യമായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തി അമേഠിയിലും റായ്ബറേലിയിലും വിജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറും. ആദ്യഘട്ടത്തിൽ ഘടകകക്ഷികളിൽ പ്രധാനികളായവരെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നതുമാണ്. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളാണ് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഉൾപാർട്ടി സംവിധാനത്തിൽ നിന്നും പ്രാദേശിക തലത്തിൽ നിന്നുമുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്നാണ്. അതുകൊണ്ട് ആ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഘടകത്തിൻ്റെ ആവശ്യവും. എന്നാൽ റായ്ബറേലിയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ട് വരുൺ ഗാന്ധി മത്സരിക്കാത്തത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കും, അങ്ങനെ മത്സരിച്ചാൽ വിജയം കുറച്ചുകൂടി കാര്യമായി ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും അതോടുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഗാന്ധി കുടുംബത്തിൽ കാര്യമായി വരുന്ന മറ്റൊരു പ്രശ്നം പാർലമെൻറ്റിലേക്ക് ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ പോകണ്ട എന്ന സോണിയാഗാന്ധിയുടെ ഒരു തീരുമാനമാണ്. അതായത് കുടുംബവാഴ്ചയാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന ചീത്തപ്പേര് കാര്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെൻറ്റ് അംഗമായി മാറുന്നത് 3 ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളാണ്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും ചേർന്ന് പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ അത് ഗാന്ധി കുടുംബത്തിൻ്റെ അതിപ്രസരം വർദ്ധിപ്പിക്കുകയാണെന്ന തരത്തിലേക്കുള്ള വാർത്ത പരക്കുകയും കോൺഗ്രസിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യുമെന്ന ഉൾഭയം സോണിയാഗാന്ധിക്കും ഉണ്ടാകാം. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമെടുക്കും. അമേഠിയിൽ ആര്, റായ്ബറേലിയിൽ ആര് എന്ന തീരുമാനം. പ്രത്യാശയിലാണ് യുപിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ. രാഹുലോ പ്രിയങ്കയോ കാത്തിരിക്കുന്നു അവർ. ഒപ്പം ഇന്ത്യ സഖ്യവും.